ഞാന് നാട്ടിലുണ്ടോ? പിന്നില്ലാണ്ട്. അതെയോ? ഉം മനസ്സിലായിനേനു. ഓ, ഉം മനസ്സിലായിട്ടുണ്ടോ? ഞാൻ വിചാരിച്ച് നമ്മളെല്ലാം മറന്നായിരിക്കുന്നു. മറന്നിട്ടുന്നില്ല, നിങ്ങളെ വിളിയില്ല. ഉം വിളിക്കാൻ പിന്നെ എന്തെല്ലാന്ന് എപ്പം വേണേലും വിളിച്ചൂടെ നമ്മളെ? ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടും വിളിക്കാലോ. അതെ, ഞാൻ രാത്രി സമയം ഉണ്ടാവോ? ആ കുറച്ച് സമയം ഉണ്ടാവും. രാത്രി എത്ര മണിക്ക് പോകുമ്പോ? രാത്രി ഒരു 11 മണി. ഞാനോ നേരം വിളിക്കാറല്ലേ? കുഴപ്പമില്ല, വിളിച്ചോളൂ. ഞാൻ പറയുന്ന ക്ലിയർ അല്ലേ? ആ ചെറിയൊരു ക്ലിയർ കുറവുണ്ട്. ഇന്ന് എവിടെയുള്ളത്? അല്ല, ഇവിടെ വണ്ടിയിലാണ് അങ്ങനെ. പകലൊന്നും ഇങ്ങനെ ഒരു തിരക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീട്ടിലൊക്കെ പിന്നെ അധികം ശബ്ദത്തില് സംസാരിക്കാൻ പോകുന്ന പ്രശ്നമാവും. അല്ല സംസാരിച്ചു ആ ഫുഡൊക്കെ റെഡിയായി. ഞാൻ കുറച്ച് 2 ദിവസമായിട്ട് കുറച്ച് തിരക്കാം അങ്ങനെ ചെറിയൊരു ബിസിയായിരുന്നു. ഓരോരോ കാര്യങ്ങൾ. എന്റെ കൂടെ പിടിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളിപ്പോ 2 ദിവസമായിട്ട് അവൾക്ക് ചെറിയൊരു റിലേഷനെല്ലാം ഉണ്ടേനു. അതിന്റെ ഇടയില് ചില പ്രശ്നങ്ങളെല്ലാം വന്ന് അവന്റെ റിലേഷനില് ചില എന്താ പറയാ കൈ കടന്നു പോയി. അതിന്റെ പ്രശ്നമായി. റിലേഷനോട് അതിര് വെച്ചില്ല. പിന്നെ അവസാനം അങ്ങനെയുള്ളതായി. വീട്ടിലിറങ്ങി അങ്ങനെയെല്ലാം പ്രശ്നങ്ങളൊക്കെ ആയി. അവസാനം എന്റെ വീട്ടുകാരോടും സംസാരിച്ചങ്ങനെയായി. ഇപ്പൊ അത് സെറ്റിലായി വന്നു. അതിനെല്ലാം തിരക്കിലായിപ്പോയി. അതിന്റെ ഇടയില് എങ്ങനെയാലും ഇപ്പൊ അവൻ പറഞ്ഞു അവളെ വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ അതിന്റെ ഇടയിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചുകൊണ്ട് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന്. ഇപ്പൊ എല്ലാരും സംസാരിച്ച് അവളെയും തെറ്റ് അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത. അവൾക്കും അല്ല, അവനെ പറഞ്ഞ എങ്ങനെ ആയാലും ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇല്ലല്ലോ, അനക്ക് ഇപ്പം വ്യക്തമായിട്ട് കളിക്കുന്നുണ്ടല്ലോ. പിന്നെ അതിലെല്ലാം തിരക്കിലായിരുന്നു. ഇപ്പൊ എല്ലാം ശാന്തമായി. പിന്നെ ഞാൻ എവിടെയോ ഫംഗ്ഷന് പോയപ്പോ നിന്നെ കണ്ടില്ല. സംസാരിക്കാൻ പെട്ടെന്നൊരു ഇതുപോലെ കണ്ടത്. ഞാൻ പെട്ടെന്ന് അവരുടെ എപ്പോ പോയി കളഞ്ഞു. തിരിച്ച് പെട്ടെന്ന് എന്റെ അടുത്ത് നമ്പറും ഇല്ലേനും. പിന്നെ ഞാൻ ആരോടൊക്കെ അന്വേഷിച്ച് അങ്ങനെയാണ് നിന്റെ നമ്പർ കിട്ടിയത്. നമ്പറുണ്ടല്ലോ നെറ്റ് അതിന്റെ അകത്ത് അപ്പോൾ ഈ നമ്പറിൽ വിളിക്കണ്ടേ? അതിനിടയിൽ എന്റെ തന്നെ പ്രശ്നം ഉണ്ടേനു. ഞാനൊരു റിലേഷനിൽ ഉണ്ടേനു. അതപ്പോ ഇപ്പം ബ്രേക്കപ്പ് ആയി. പറയാ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അതിൽ നിന്നെല്ലാം ഒന്ന് റിലാക്സ് ആയി വരുന്ന സമയത്താണ് ഞാൻ ഉദ്ദേശിച്ചത് നിന്നെ ഒന്ന് വെറുതെ വിളിച്ചു നോക്കാം. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ലേറ്റ് ആകുമ്പോ വീട്ടിൽ നിന്ന് പ്രശ്നം എന്തായാലും നീ വിളിച്ചോണ്ടിരിക്കുന്ന വിചാരിക്കും. വെറുതെ എന്തിനാ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന്. ഇപ്പൊ ഞാൻ എവിടെ അങ്ങനെ പുറത്തൊന്നും കുറച്ചായിട്ട് പോകലുമില്ല. വീട്ടിൽ തന്നെ ഇരുന്നിരുന്നിരുന്ന് ബോറടിച്ചിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടേ. ഞാൻ എന്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചു നോക്കി. അവരൊക്കെ ഇപ്പൊ തിരക്കാം.
അത് ഞാൻ എനിക്കെല്ലാം തിരക്കായിരിക്കൂല, അതുകൊണ്ട് ഞാൻ വെച്ച് മതി. ഞാൻ ചെയ്താൽ കുറെ തനിയെ പോകുമ്പോ ഒരു സുഖമില്ല. ഒന്നുമില്ല. അത് നമുക്കൊരു കാര്യം ചെയ്യും. കുറച്ച് ദൂരത്തുള്ള ഏതെങ്കിലും വണ്ടിയിലേ നിങ്ങൾ ആരെയാണ് നാട്ടുകാരുടെ നിന്റെ കൂടെ വരാനും പേടിയാ എനിക്ക്. നിന്റെ കയ്യിലൊരു പത്രം നല്ലൊന്നല്ല. ഒരു കാര്യം നാളെ മുന്നേറും. എവിടെ മുങ്ങിട്ട് എവിടെ പോന്നു? വണ്ടിയിൽ റോട്ടിൽ വന്ന് ആളില്ലാതെ ആ ഒരു സ്ഥലത്ത് കറക്റ്റ് ടൈമിനൊക്കെ വണ്ടി ചവിട്ടുന്ന എന്നിട്ട് പറഞ്ഞു വേറെ വണ്ടി തീരുമാനം ചോദിച്ച എന്തിനാണ് ആളില്ലാത്ത സ്ഥലത്തന്നെ എന്തിനാ മോനെ പോന്നേന്ന്. വെറുതെ അല്ലേ ഒരാഴ്ച ഉണ്ടാവും. എന്താ വെച്ചാ അങ്ങനൊന്നുമില്ല. അങ്ങനെ പ്രത്യേക മനസ്സിൽ ഉദ്ദേശമില്ല. നിന്നെ എനിക്ക് എത്ര വിശ്വാസം പോരാ മോനെ. വിശ്വസിക്കുന്നില്ല. അല്ല പറഞ്ഞതാണ്. അമ്മ പരിചയപ്പെടുത്തത്തില്ല. എന്നിട്ട് ഇതിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് രാവിലെയായിട്ട് കണ്ടു ഇങ്ങനെ കട്ടകളെ ഉറപ്പിട്ടുണ്ട്. കണ്ട രണ്ടും പോയി മാറ്റം വരുന്ന ഇത്തിരി മാറ്റം ഇത്തിരി മാറ്റം എല്ലാവരും എപ്പം പണ്ടത്തെയും പോലെ ഉണ്ടാവും. അവന്റെ എല്ലാരും പഠിക്കാൻ കളിക്കുന്നുണ്ട്. നീ അധികം അന്തം വിടണ്ട. ഞാൻ പറഞ്ഞതാ, അധികം അന്തം വിട്ട് നിൽക്കണ്ട. അന്തം വിട്ടെടുക്ക തന്നെ ആയിക്കോണ്ട. എന്നെ പറയണ്ട. എന്ത് നല്ല മാറ്റം? എല്ലാം മാറി. ഒരു മിനിറ്റ് ഷോപ്പിലേക്കാണ് പോയിട്ട് ആള് നമ്മൾ ഞാൻ കുറച്ച് ഫ്രീ ആവുന്നേ നീരല്ലേ ലീവ് മറ്റേ ഞാൻ കുറച്ചിട്ട് വിളിക്കും. ഓക്കെ ശരി. കുഴപ്പമില്ല. ഓക്കേടാ ശരി ശരി. ഓക്കെ ഓക്കെ. നീ കുറച്ചായിട്ട് വിളിക്കുന്നല്ലേ? ഞാൻ ഉച്ച ശേഷം ഫ്രീ ആവും. ചുമ്മാ നമുക്ക് ചുമ്മാ വെറുതെ സംസാരിച്ചേക്കല്ലേ? അതേപോലെ സംസാരിക്കണേ. സംസാരിച്ചിട്ട് മനസ്സിലാക്കി